ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വോയിസ് നോട്ട് പുറത്തു വന്നു, ഫോൺ സംഭാഷണം പുറത്തു വന്നു. പിന്നെ കുറച്ച് ചാറ്റ് ഹിസ്റ്ററികൾ പുറത്തു വന്നു. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു അവിഹിത ഗർഭം, ആ ഗർഭം ഉണ്ട് എന്ന് ശടിച്ചു വെച്ചുകൊണ്ട്, പിന്നെ അത് അലസിപ്പിച്ചു എന്ന് സ്ഥാപിച്ചു വെച്ചുകൊണ്ട് ഒക്കെ വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. പരാതിക്കാരുണ്ടായില്ല, സാക്ഷികളുണ്ടായില്ല, തെളിവുണ്ടായില്ല. ഈ പുറത്തു വന്ന തെളിവുകളൊക്കെ ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ക്രിയേറ്റ് ചെയ്താണോ എന്നും അറിയില്ല. ആ നിലയിൽ കാര്യങ്ങൾ അവസാനിച്ചു. എന്നിട്ടും കോൺഗ്രസ് ഇതേ ധാർമ്മികതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം, കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ആ സമയത്ത് അത് രാജിവെപ്പിച്ചു. ഇന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ലാതെ, എന്നാൽ സ്വയം കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹം നിലകൊള്ളുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ കേരളത്തിലെ ബഹുജനങ്ങൾ മുഴുവൻ, യുവാക്കളും വൃദ്ധരുമെല്ലാം വലിയൊരു സമൂഹം പിന്തുണ കൊടുത്തു. മറ്റാർക്കും കിട്ടാത്ത വിധമുള്ള ഒരു വലിയ പിന്തുണ വന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനപിന്തുണയുള്ള രണ്ടാമത്തെ നേതാവായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയും ചെയ്തു. രണ്ടാമത്തെ വ്യക്തിയായി. നേതാവെന്ന് പറയാൻ പറ്റില്ല, കാരണം കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ, ഇപ്പോൾ കൊടുത്തിട്ടില്ലല്ലോ. അത് മറ്റൊരു പാർട്ടിയിൽ പോയിട്ടില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏതായാലും അങ്ങനെ നിൽക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. പാലക്കാട് കാല് കുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് വെട്ടും, അദ്ദേഹത്തിനെ അവിടെ കാല് കുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ CPM നേതൃത്വവും അല്ലെങ്കിൽ അവിടുത്തെ അണികളും മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കൊച്ചിയിൽ നിന്ന് ഒരു അവിഹിതത്തിന്റെ കഥ പുറത്തു വരുന്നത്. അതും ഒരു സിറ്റിംഗ് MLA ആണ്, പക്ഷെ ഇത്തവണ CPMന്റെ MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, പരാതിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പരാതി മാത്രമേ ഇല്ലാതുള്ളൂ. അതായത് പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് വഴി തടയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ വഴി തടയുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനോ ഒരു റൂമർ ഇങ്ങനെ പരന്നു, അതുകൊണ്ട് ഞങ്ങൾ വഴി തടയുന്നു, അങ്ങനെ അങ്ങ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പോളിറ്റ് ബ്യൂറോയുടെ ആരോ എന്തോ എങ്ങനെയോ പറഞ്ഞു, അതാണ് ശരി, അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നാണ് പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കൊച്ചിയിൽ ഇപ്പൊ കേൾക്കുന്ന കാര്യം അങ്ങനെയല്ലല്ലോ. കൊച്ചിയിൽ കേൾക്കുന്നത് പിടിച്ചത് ഉടുതുണിയില്ലാതെയാണെന്നും വികസന പദ്ധതികളുടെ ആഴവും പരപ്പും എല്ലാം അളന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിടിച്ചതെന്നും ഈ പറയുന്ന MLA പിടിച്ച സമയത്ത് ആ യുവതിയുടെ ഭർത്താവ് നടുവിനൊരു ചവിട്ട് കൊടുത്തു എന്നും ഒക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നത് എന്നതുകൊണ്ട് സാക്ഷികളും സാക്ഷിമൊഴികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇത് നമുക്ക് വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ തന്നെ പറയാനേ പറ്റുള്ളൂ. കാരണം രണ്ട് വ്യത്യാസമുള്ളത് ഈ UDF-ഉം LDF-ഉം തമ്മില, ഇപ്പൊ CPM-നും തമ്മില. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഈ കേസ് മുന്നോട്ട് വന്നപ്പോൾ രാഹുലിനെ കുറിച്ചുള്ള അപവാദങ്ങളും ഈ പ്രശ്നങ്ങളും പീഡന വിവാദങ്ങളും ഗർഭ വിവാദമൊക്കെ മുന്നോട്ട് വന്നപ്പോൾ അത് നിയമത്തിന് വിട്ടുകൊടുത്തുണ്ട്. പാർട്ടി എടുക്കേണ്ട നിലപാടുകളും നടപടികളും പാർട്ടി എടുത്തുകൊണ്ട് ബാക്കി നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, പാർട്ടി അത് സംബന്ധിച്ചുള്ള നിലപാട് എടുത്തിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനി പരാതി കൊടുക്കുന്നെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പോട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ CPM അങ്ങനെയല്ല തീരുമാനിക്കുന്നത്. CPM പാർട്ടി കോടതിയിലും പാർട്ടി അന്വേഷണ കമ്മീഷനും ഒക്കെയാണ് നടത്തുക. ഈ അന്വേഷണ കമ്മീഷൻ എത്രത്തോളം ആഴത്തിലും പരപ്പിലുമാണ് സംഭവം നടന്നത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നീളവും വണ്ണവും എല്ലാം അളന്നുകൊണ്ട്, തീവ്രത അളന്നുകൊണ്ട് കുറ്റകൃത്യത്തിന്റെ തീവ്രത വിലയിരുത്തും. അതനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇതുവരെ ഈ പറയുന്ന ഈ സമയം വരെ, എൻ്റെ ഈ സംഭാഷണം പുറത്തു വരുന്ന ഈ സമയം വരെ ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു പരാതിയും പുറത്തു വന്നിട്ടില്ല. ആർക്കും പരാതി കൊടുത്തിട്ടില്ല. ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തും വാദിസ്ഥാനത്തും ഉള്ളത് എന്ന് വ്യക്തമാണ്. രണ്ടുപേരും പ്രതികളാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്നതാണെന്നോ അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്ന സാങ്കല്പിക യുവതി ഇങ്ങോട്ട് വന്നതാണെന്നോ ഒരു തെളിവുമില്ല. ഇവിടെ CPM-ന്റെ ഈ പറഞ്ഞ പ്രവർത്തക, ഈ നേതാവ്, അത്യാവശ്യം അറിയപ്പെടുന്ന യുവ നേതാവ്, വനിതാ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് പോയ സമയത്ത് ഈ MLA വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഭർത്താവ് പോകുന്ന സമയവും വരുന്ന സമയവും മനസ്സിലാക്കി വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ അപാര തൊലിക്കെട്ടി പോരാ. അപ്പോൾ ആ തൊലിക്കട്ടിയുടെ ആഴവും പരപ്പും അളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുറ്റകൃത്യമായി തോന്നാൻ പാർട്ടിക്ക് സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പരസ്പരം പരസ്പര ധാരണയിൽ നടത്തിയതാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്.
ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാങ്കല്പിക കാമുകയും സാങ്കല്പിക ഗർഭത്തെയും സാങ്കല്പിക ഗർഭചിത്രത്തെയും ഒക്കെ ഇവർ വെക്കുമ്പോൾ അതും ചെന്ന് ബലാൽ ചെയ്തതായിട്ടൊന്നും പറയണില്ലല്ലോ, തപാലിൽ അയച്ചു കൊടുത്തതായിട്ടും പറയണില്ല. ഇതുപോലെ തന്നെ ഒന്നുകിൽ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നതാകാനേ സാധ്യതയുള്ളൂ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്നതിന്റെ അതേ അല്ലെങ്കിൽ അവിടെ നടന്നതിന്റെ ഇതേ രണ്ടും ഒരുപോലെ വരണ്ടേ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാലുകുത്തിക്കില്ല എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ ഈ പറയുന്ന ആളെയും കാലുകുത്തിക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെന്നുള്ള നടപടി വരുമ്പോൾ രണ്ടും വരണമല്ലോ, അല്ലെങ്കിൽ രണ്ടിനും ഉണ്ടാവരുത്. ഏതായാലും ഇത് ദൈവമായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണെന്ന് മനസ്സിലാകുന്നത്. ആരാണ് എന്ന് റൂമറല്ല, വ്യക്തമായി കാര്യങ്ങൾ പുറത്ത് പറയുന്നുണ്ട് പലരും. പേര് വിവരങ്ങളും വളരെ വ്യക്തമായിട്ട് ആണിന്റെയും പെണ്ണിന്റെയും പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് പറയാൻ നിവൃത്തിയില്ല. കാരണം രേഖാമൂലം ഒരു പരാതി നിയമപരമായി എവിടെയും വരാത്തത് കൊണ്ട് അത്തരത്തിലൊരു പരാമർശം നടത്താൻ എനിക്ക് സാധിക്കില്ല. രണ്ടുപേരും CPM അനുഭാവികളാണ്, പ്രവർത്തകരാണ്, MLA ആണ്, നേതാക്കളാണ് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പുറത്തു വരുന്നത്. എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. പല ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. പക്ഷെ ഞാൻ അതും ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണ്. പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ, പാർട്ടി കോടതി തീരുമാനിക്കട്ടെ എത്രത്തോളം ആഴത്തിലാണ്, എത്രത്തോളം വിശാലമായാണ്, എത്രത്തോളം പരപ്പിലാണ് എന്ന് അവർ തീരുമാനിക്കട്ടെ. അതിന്റെ തീവ്രത അളന്ന് അതിന്റെ കുറ്റകൃത്യം അവർ തീരുമാനിക്കട്ടെ, നടപടി വേണോ വേണ്ട എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അത് തീവ്രത അളക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അളക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ അളക്കുമ്പോൾ ഒരു പരാതിക്കാരിയില്ല, സർക്കാർ തന്നെ CPM തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനം ഉച്ചുകുത്തി ശ്രമിച്ചിട്ടും 1 മാസം ശ്രമിച്ചിട്ടും ഒരു പരാതിക്കാരിയെയോ അല്ലെങ്കിൽ ഒരു ഗർഭത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമോ കാണാൻ ഒരു മൊഴി പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന നിലയ്ക്ക് അയാളെ വെറുതെ വിട്ടൂടെ. കാരണം ഇതൊക്കെ നമ്മൾ പണ്ട് നയനാർ സാറ് പറഞ്ഞതുപോലെ ഇതൊക്കെ ചിലർ തമ്മിൽ തീരുമാനിച്ചാൽ അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അത്രേ ഉള്ളൂ, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. നമ്മൾ S.A. ജമീൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ് എന്നാണ് അയാളെ പാടിയത്. എന്ന് ഞാൻ വെറുതെ രണ്ടുപേരും മൂളിയെന്നേ ഉള്ളൂ. അതായത് ഇവിടെ ആ യുവാവിനെ, അതേ MLA വിളിച്ചു വരുത്തിയതാണ്. അതിനിടയാക്കിയത് ഈ പറഞ്ഞ വനിതാ നേതാവിന്റെ ഭർത്താവിന്റെ കഴിവുകേടാണ്. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഈ പാർട്ടി അളക്കും. പാർട്ടി അളന്നിട്ട് അതിനൊരു തീരുമാനം അവരെടുക്കും. പക്ഷെ ആ തീരുമാനം പുറത്തു വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിടണം, അത്രേ ഉള്ളൂ. കാരണം അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് എന്നുള്ള സത്യമാണ്. ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരും എന്തും എങ്ങനെ ചെയ്യും. ആരും പുണ്യാളച്ചന്മാരൊന്നുമല്ല. ഇവിടെ രാഹുലിനെതിരെ ഗർഭം ആരോപിച്ചപ്പോൾ ആ രാഹുൽ അങ്ങോട്ട് പോയതാണോ ഇങ്ങോട്ട് വന്നതാണോ എന്ന് തെളിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് എന്ന് തെളിഞ്ഞതുകൊണ്ട് അത് ജനങ്ങൾ സാക്ഷിയായതുകൊണ്ട്, കാരണം കട്ടകാലത്തിന് ഈ പെണ്ണ് കടുങ്കൈ ചെയ്താണോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന് കരുതി ഭർത്താവ് ആളെ കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആളെ കൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരറിഞ്ഞു. ഈ പറഞ്ഞ കോലങ്ങളൊക്കെ, കാണാൻ പാടില്ലാത്ത കോലങ്ങളൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും തെളിവുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ ഒരു നേതാവോ CPMന്റെ നേതാവോ ഒക്കെ ഇടപെട്ട് അത് ഒതുക്കി എന്ന് പറയുന്നുണ്ട്. നല്ലത്, കാരണം കുടുംബത്തിൽ അത്തരം കാര്യങ്ങൾ ഒതുങ്ങുന്നതാണ് നല്ലത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വളരെ മോശമായി അത്രയധികം ആക്ഷേപിച്ചുകൊണ്ട് അയാളുടെ കുടുംബത്തിൽ അയാൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ അയാളെ ആക്ഷേപിച്ച നിലയ്ക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമില്ല എന്നതുകൊണ്ടാണ്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന നിലയ്ക്ക് വീണ്ടും നമുക്ക് സംസാരിക്കാം. Different angles. Don't forget to subscribe and support this channel.